തൃശ്ശൂർ DCCയുടെ ചുമതലയേൽക്കാൻ പോവുകയാണ്. എന്താണ് പ്രധാന ദൗത്യം? താൽക്കാലിക ചുമതലയാണെങ്കിൽ പോലും അങ്ങ് ഏൽപ്പിച്ച ദൗത്യം എന്താണ്? അവിടെ ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതിന് ശേഷം കുറച്ച് അസ്വാരസ്യം സംഘടനയ്ക്കകത്ത് ഉണ്ടായിട്ടുണ്ട്. അത് ചില വ്യക്തിപരമായ ചില ആളുകളുടെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെയാണ്. അപ്പോൾ ഒരു ചെറിയൊരു അന്തഛിദ്രത്തിൻ്റെ ഒരു ആരംഭം അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ജില്ലയിൽ നിന്നുള്ള ഒരാൾ വേണ്ട, ഒരു പക്ഷത്ത് നിൽക്കുന്ന ആളായിരിക്കും. അതുകൊണ്ടാണ് സമീപ ജില്ലയിൽ നിന്നും എന്നെ അവിടുത്തെ സംഘടനാ കാര്യങ്ങൾ ഒന്ന് ക്രമപ്പെടുത്താൻ വേണ്ടി ചുമതലപ്പെടുത്തി. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൻ്റെ ഉണ്ടായ സാഹചര്യങ്ങളൊക്കെ വിലയിരുത്താൻ KPCC ഒരു ഉപസമിതിയെ തീരുമാനിച്ചിട്ടുണ്ട്. എൻ്റെ ദൗത്യം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ അവിടെയുള്ള അനൈക്യമൊക്കെ അവസാനിപ്പിച്ച് സംഘടനയെ പൂർവാധികം ശക്തിപ്പെടുത്തുക, എല്ലാവരെയും സഹകരിപ്പിച്ച് എല്ലാ നേതാക്കളെയും പ്രവർത്തകരെയും അനുനയിപ്പിച്ച് കാര്യങ്ങൾ സ്മൂത്തായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. ആ താൽക്കാലികമായ ദൗത്യം ഞാൻ പൂർത്തിയാക്കും. അവിടെയുള്ള എല്ലാവരുടെയും സഹകരണം അവർ തന്നെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. നാളെ ഞാൻ ചാർജ് എടുക്കുകയാണ്. തീർച്ചയായിട്ടും ഇതെല്ലാം പരിഹരിക്കും. കൂട്ടായിട്ട് നടന്നൊരു DCC ആണ്, അങ്ങോട്ട് പോകാൻ പേടിയുണ്ടോ? ഇല്ലെന്ന്, എനിക്ക് നല്ല പരിചയമുള്ള സ്ഥലമാണ്. അവിടെയുള്ള അതെല്ലാം ചില ആളുകളുടെ വികൃതി തരങ്ങളാണ്. സത്യത്തിൽ നമ്മളോട് എല്ലാവരും സഹകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ചുമതല ഏൽപ്പിച്ചത് തന്നെ സീനിയർ നേതാക്കന്മാരൊക്കെ എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. നമുക്കെല്ലാം പരിഹരിക്കണം. ചെറിയ പ്രശ്നങ്ങളാണ്, അത് ഊതിപ്പെരുപ്പിച്ച് വലുതാക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ട്, ഞാൻ പോയി അവരോടൊക്കെ കണ്ട് അവരെല്ലാവരും സഹകരിച്ച് കാര്യങ്ങൾ ഭംഗിയായിട്ട് തന്നെ ഇനിയുള്ള നാളുകളിൽ സംഘടനാ പ്രവർത്തനം തൃശ്ശൂരിൽ കോൺഗ്രസിന് നടക്കും. കോൺഗ്രസ്സിന് ശക്തമായ വേരോട്ടമുള്ളൊരു ജില്ലയാണ്, അങ്ങനെ എഴുതിത്തള്ളാൻ കഴിയുന്ന ഒരു സ്ഥലമല്ല. അതുകൊണ്ട് പാകപ്പിഴകൾ എന്തൊക്കെയാണ് പരിഹരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഐക്യമാണ് കോൺഗ്രസിലെ ആവശ്യം. അത് തൃശ്ശൂരിൽ സാധ്യമാക്കും. ഇപ്പം താങ്കൾ ചുമതലയേൽക്കുന്നതിന് മുമ്പ് KPCC പ്രസിഡന്റ് അതോടൊപ്പം തന്നെ K മുരളീധരൻ ഉൾപ്പെടെയുള്ള ആളുകളെ കണ്ടിരുന്നു. ഈ K മുരളീധരൻ്റെ ഒരു തോൽവി കാലുവാരൽ തന്നെയാണ് എന്നുള്ളൊരു നിരീക്ഷണം താങ്കൾക്ക് കിട്ടുന്നുണ്ടോ? എങ്ങനെയാണ്? അങ്ങനെ പറയാൻ കഴിയില്ല. നമുക്ക് സംഘടനാപരമായിട്ട് വീഴ്ച ഉണ്ടായിട്ടുണ്ടല്ലോ. തോറ്റു കഴിഞ്ഞാൽ അത് വീഴ്ച തന്നെയാണ്. അത് ആരുടെ ഭാഗത്ത് എത്രത്തോളം എന്നൊക്കെ കണ്ടുപിടിക്കേണ്ടത്, അല്ലെങ്കിൽ അതിലെ പോരായ്മ അറിയേണ്ടത് ഈ അന്വേഷണ സമിതിയാണ്. അവരത് അന്വേഷിക്കട്ടെ. അന്വേഷണ സമിതി 18-ാം തീയതി തൃശ്ശൂരിൽ സിറ്റിംഗ് നടത്തുമെന്ന് എന്നെ അറിയിച്ചിട്ടുണ്ട്. നാളെ ഞാൻ ചാർജ് എടുത്തതിന് ശേഷം അക്കാര്യം വിവരം അന്വേഷിക്കും. തോൽവിയെക്കുറിച്ച് വളരെ വിശദമായി. ഇതൊരു വ്യക്തിനെ പ്രതിക്കൂട്ടിലാക്കലല്ല. ഏതായാലും വ്യക്തികൾ ചേർന്നാൽ ഒരു പാർലമെൻറ്റ് ഇലക്ഷൻ ഒന്നും ചെയ്യാൻ കഴിയും. സംഘടനാപരമായിട്ടും മുന്നൊരുക്കങ്ങളിലും വീഴ്ച വന്നിട്ടുണ്ടോ അത് ഇനി വരാതിരിക്കാനുള്ള ഒരു നടപടിയാണ് സ്വീകരിക്കേണ്ടത്. തീർച്ചയായിട്ടും അന്വേഷണ സമിതി ആ കാര്യങ്ങളൊക്കെ അന്വേഷിക്കും. ഈ കർക്കശക്കാരനായ ഒരു DCC പ്രസിഡന്റ് പാലക്കാട് കണ്ടിട്ടുള്ളതാണ്. അന്ന് ഇപ്പോൾ AV ഗോപിനാഥ് ഉൾപ്പെടെയുള്ള ആളുകൾ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ അത് പാർട്ടിക്ക് വലിയ ക്ഷീണം ചെയ്യാതെ കൈകാര്യം ചെയ്ത ഒരു പരിചയം താങ്കൾക്കുണ്ട്. അത് തന്നെ ആയിരിക്കുമോ ഇവിടേക്ക് പരിഗണിക്കാനുള്ള ഒരു കാരണം? അക്കാര്യത്തിലൊരു സംശയമില്ല. കാരണം പാർട്ടിയാണ് വലുത്. പാർട്ടിയേക്കാൾ വലിയൊരു മരം പാർട്ടിയിൽ വളരേണ്ടതില്ല. പാർട്ടി എന്ന് പറയുന്നത് ഒരു കൂട്ടായ്മയാണ്. അപ്പോൾ പാർട്ടിക്ക് ഹിതകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. ഒരിക്കലും ഹാനികരമായ കാര്യങ്ങൾ ആര് ചെയ്താലും എത്ര വമ്പനാണെങ്കിലും നടപടിയെടുക്കണം. അതുകൊണ്ട് സംഘടനാപരമായിട്ടുള്ള അടുക്കും ചിട്ടയും വേണം, അച്ചടക്കം വേണം. ഏതൊരു സംഘടനയ്ക്കും അച്ചടക്കമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. എന്നെ പഠിപ്പിച്ച ഗുരുനാഥക്കന്മാർ പറഞ്ഞിരിക്കുന്നത് അച്ചടക്കമാണ് പ്രധാനം. ഏതാശയം ആരുടെ അടുത്ത് നടപ്പിലാക്കണമെങ്കിലും ആദ്യം വേണ്ടത് നടപ്പിലാക്കാൻ മുൻകൈ എടുക്കുന്നവർക്ക് ഉണ്ടാകേണ്ട അച്ചടക്കമാണ്, മിതത്വമാണ്, സമവായമാണ്. അതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമാണ് ലീഡർഷിപ്പ് ആകുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും എന്നെ പഠിപ്പിച്ച ഗുരുനാഥക്കന്മാരുടെ വഴിയിലൂടെ ഞാൻ പോകുന്നത് ഒരു സ്വാധീനത്തിനും വഴങ്ങില്ല. നിഷ്പക്ഷമായും നീതിപൂർവമായിട്ടായിരിക്കും പാർട്ടി പ്രവർത്തനം നടത്തുന്നത്. ചേലക്കരയിലും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഈ ഉപതെരഞ്ഞെടുപ്പിന് നടത്തേണ്ട മുന്നൊരുക്കം തീർച്ചയായിട്ടും നടത്തണം. ഈ ചേലക്കര UDFന് നല്ല സ്വാധീനമുള്ള മണ്ഡലം. പക്ഷെ നിർഭാഗ്യം എന്ന് പറയട്ടെ, 4 നൂറ്റാണ്ടായിട്ട് ചേലക്കര ജയിച്ചിട്ടില്ല. അപ്പോൾ അതെന്തുകൊണ്ടാണ് ജയിക്കാത്തത്? ജയിക്കാൻ എന്തൊക്കെ ചെയ്യണം എന്ന് അവിടെ ആലോചിക്കണം. പാലക്കാട്ട് സംശയമില്ല, UDF സ്ഥിരമായിട്ട് ജയിക്കുന്നതാണ്. നല്ല മതേതര നിലപാടുള്ള ജനങ്ങളാണ്. അതുകൊണ്ട് വലിയ വിജയപ്രതീക്ഷ UDFനുണ്ട്. ശക്തനായ ഒരു സ്ഥാനാർത്ഥി പാലക്കാട് വന്നാൽ, ഊർജ്ജസ്വലനായി പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഒറ്റക്കെട്ടായി പാലക്കാട് വിജയിക്കും. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും അതുപോലെ മുരളീധരൻ്റെ ഒക്കെ പേര് ഉയർന്നു കേൾക്കുന്നുണ്ട്. ഇതിൽ ആർക്കായിരിക്കും ഒരു പരിഗണന? പരിചയ സമ്പത്താണോ അല്ലെങ്കിൽ സീനിയോറിറ്റി ആണോ? ഏതാണ്? പരിഗണനയൊന്നും എൻ്റെ മുമ്പിലുള്ള വിഷയമല്ല. ഞാനൊരു സാധാരണ പാർട്ടി പ്രവർത്തകനാണ്. അങ്ങയുടെ ഒരു ആഗ്രഹം ഉണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെ നേതാവ് കൂടിയാണ്. എൻ്റെ ആഗ്രഹം ഊർജ്ജസ്വലനായി പ്രവർത്തിക്കാൻ ഒരാൾ വേണം. അതാരാണെങ്കിലും പാർട്ടി ആരെ തീരുമാനിച്ചാലും ഹൈക്കമാൻഡാണ് തീരുമാനിക്കേണ്ടത്. KPCCയും ഹൈക്കമാൻഡും കൂടി തീരുമാനിക്കുന്ന ഏത് സ്ഥാനാർത്ഥി വന്നാലും വിജയിപ്പിക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമായിരിക്കും ഞങ്ങളുടെ എല്ലാവരുടെയും മുമ്പ്. കഴിഞ്ഞ ദിവസം താങ്കളൊരു മാധ്യമത്തിന് കൊടുത്ത അഭിമുഖത്തിൽ പറയുന്നത് ഈ നിയമസഭയിലേക്ക് മത്സരിക്കണോ എന്ന് നേതൃത്വം ചോദിച്ചു എന്നുള്ളതാണ്. അതൊന്ന് വിശദീകരിക്കാമോ? സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് കാലം ആകുമ്പോൾ എല്ലാവരും തമ്മിൽ നേതാക്കന്മാർ ചർച്ച ചെയ്യുമല്ലോ. ആ ചർച്ചയുടെ ഭാഗമായിട്ട് എന്നോട് ചോദിച്ചിട്ടുണ്ട്. നിയമസഭ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണോ? പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് മുമ്പാണ് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് വീണ്ടും അവസരം തരികയാണെങ്കിൽ
പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ തന്നെ മത്സരിക്കാനാണ് ആഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും നിയമസഭ ചോദിച്ചത്? ഷാഫിയെ പാലക്കാട് പാർലമെന്റിലേക്ക് മത്സരിപ്പിച്ച് താങ്കളുടെ നിയമസഭയിൽ അങ്ങനെ ഒരു ആലോചന നടന്നിരുന്നു. അതായത് നേതാക്കന്മാർ തമ്മിൽ പല ആലോചനയും നടന്നു. അപ്പോൾ അവർ എന്നോട് അന്വേഷിച്ചു, താങ്കൾക്ക് നിയമസഭയിൽ മത്സരിക്കാൻ താല്പര്യമുണ്ടോ? ഒരു നിർബന്ധമല്ല, ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അതൊക്കെ സംഘടനയ്ക്കകത്ത് അങ്ങനെ ചോദിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സൗഹൃദ സംഭാഷണത്തിലാണ് ഞാനിങ്ങനെ പറഞ്ഞത്. അത് വാർത്തയാകുമെന്ന് പ്രതീക്ഷിച്ചിട്ടല്ല. അതായത് അതിലൊന്നും ഒരു വിവാദമില്ല. കാരണം MP ആയിട്ട് മത്സരിക്കണോ, പഞ്ചായത്ത് മത്സരിക്കണോ, അസംബ്ലി മത്സരിക്കണോ, ആരാ തീരുമാനിക്കുന്നത്? സ്വയം തീരുമാനിക്കാൻ കഴിയില്ല. ഞാനങ്ങനെ ശീലിച്ചിട്ടുമില്ല, ഞാനങ്ങനെ ആവശ്യപ്പെട്ടിട്ടുമില്ല. പാർട്ടി കണ്ടെത്തി എവിടെയാണ് യോജിച്ച ആൾക്കാർ ഏത് സ്ഥലത്താണ് മത്സരിക്കുന്നത് അവരാ തീരുമാനം. അപ്പോൾ പല ചർച്ചകളും തിരഞ്ഞെടുപ്പിന് മുമ്പ് നടന്നിട്ടുണ്ടാവും. എല്ലാ ചർച്ചയും എനിക്കറിയില്ല. എന്നോടിങ്ങനെ ചോദിച്ചു, ഞാൻ പറഞ്ഞു 5 വർഷം പ്രവർത്തിച്ച പാലക്കാട് എനിക്ക് വീണ്ടും ഒരു അവസരം കൂടെ തന്നാൽ കഴിഞ്ഞ 5 വർഷം പ്രവർത്തിച്ചതിനുള്ള ജനങ്ങളുടെ അംഗീകാരം എന്താണെന്നുള്ള അറിയാനുള്ളൊരു ആകാംക്ഷയുണ്ട്. സ്വാഭാവികമായിട്ടും ജനങ്ങളെ വിട്ടു നിൽക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. പാലക്കാട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ ജനങ്ങളെ ഞാൻ അത്രത്തോളം സ്നേഹിച്ചിട്ടുണ്ട്. അവരെന്നോടും ഒരുപാട് സ്നേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ തൃശ്ശൂരിലേക്ക് പോവുകയാണ്, അത് അവസാനിപ്പിക്കുകയാണ്. കാരണം ഇവിടെ ഈ പറയുന്ന പോലെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു. പക്ഷേ അതുപോലത്തെ ഒരു സാഹചര്യമല്ല തൃശ്ശൂർ എന്നുള്ളതാണ് തൃശ്ശൂരത്തെ കോൺഗ്രസിൻ്റെ ആളുകളൊക്കെ പറയുന്നത്. ഈ ഒരു വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറാണ്? എനിക്ക് ഒട്ടും ആശങ്കയില്ല. തൃശ്ശൂർ പറഞ്ഞാൽ എനിക്ക് ഏറ്റവും അടുത്ത സ്ഥലമാണ്. പാലക്കാട് പോലെ തന്നെ തൃശ്ശൂരുള്ള KSU യൂത്ത് കോൺഗ്രസ് എൻ്റെ കാലഘട്ടത്തിലെ ആളുകളാണ്. ഇപ്പോൾ അവിടെ പല നേതാക്കന്മാരും. അതുകൊണ്ട് എന്നെയായിട്ട് എന്നും വ്യക്തിബന്ധവും സൗഹൃദവും സൂക്ഷിച്ചിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് ഒരു ആശങ്കയില്ല. നല്ല ആത്മവിശ്വാസമുണ്ട്. ക്ലീൻ സ്ലേറ്റിൽ തൃശ്ശൂർ വീണ്ടും തുടങ്ങും. നല്ല അച്ചടക്കമുള്ള തൃശ്ശൂരാക്കി നേതൃത്വത്തിന് തിരിച്ചു കൊടുക്കും. 100% ഉറപ്പ്.